ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നമ്മുടെ 6th സെമസ്റ്ററിൽ എത്തി നിൽക്കുകയാണല്ലേ. നമ്മുടെ 6ാമത്തെ സെമസ്റ്ററിലെത്തി. നിങ്ങൾ ബികോം കോർപ്പറേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 4 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 2 പേപ്പേഴ്സ് നമ്മുടെ 5th സെമസ്റ്ററിലും ബാക്കി 2 പേപ്പേഴ്സ് നമ്മുടെ ഇപ്പോഴത്തെ സെമ്മിൽ, അതായത് 6th സെമസ്റ്ററിലുമാണ് പഠിക്കാനുള്ളത്. അതിൽ 5th സെമസ്റ്ററിൽ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ്, കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്, അതുപോലെ തന്നെ ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോപ്പറേറ്റീവ്സ്. ഈ 2 പേപ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കറണ്ട് സെമസ്റ്ററിൽ, അതായത് 6th സെമസ്റ്ററിൽ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ദെൻ സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണ പേപ്പറാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അതാണ് നമ്മുടെ പേപ്പർ. ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മുടെ സബ്ജക്റ്റിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മളിപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ റെവല്യൂഷൻ എങ്ങനെയാണ്, ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ട് അറിയുക. അതാണ് ഈ ഒരു പേപ്പറിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ദെൻ 5 മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ പോർഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് കുറച്ച് ഫോറിൻ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്. അതാണ് ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിട്ടൻ, ജർമ്മനി, ഡെൻമാർക്ക്, ചൈന, ജപ്പാൻ, USA എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 ഫോറിൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, അതാണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോണത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വന്നിട്ട് കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ ആഫ്രിക്ക. അതായത് ആഫ്രിക്കയിൽ വന്നിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ വന്നിട്ടുള്ള കോപ്പറേറ്റീവ് അസോസിയേഷൻസ്, ഓർഗനൈസേഷൻസ്, എംപ്ലോയ്മെന്റിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അത്തരം കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് മൊഡ്യൂൾ വന്ന് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതാണ് തേർഡ് മൊഡ്യൂൾ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് അതെന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, റോൾ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്, ദെൻ അതിൻ്റെ ഗവേണിംഗ് ബോഡീസ് എങ്ങനെയാണ്, ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡിങ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്. ഈ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ലീഡിങ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് അതെങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്, അതാണ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ വന്നിട്ട് റോൾ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ അതിൽ ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷൻസ് ഏതൊക്കെ റോളുകൾ വഹിച്ചിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂൾ വന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വൺ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ്. കുറച്ച് കോപ്പറേറ്റീവ് അസോസിയേഷൻസ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുക. അതാണ് നമ്മുടെ 5ാമത്തെ മൊഡ്യൂള്. അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ 5 മൊഡ്യൂളുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ മൊഡ്യൂള് വന്ന് ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, അതായത് ഫോറിൻ കൺട്രീസിൽ നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നായിരുന്നു. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു. ദെൻ തേർഡ് വൺ വന്ന് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് അതിൽ ഭാഗമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ വന്ന് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ്. ഇപ്പം നമ്മൾ അതിൻ്റെ സിലബസ് പറഞ്ഞു, എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോണത് എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇപ്പം നിങ്ങൾ 6th സെമസ്റ്റർ ആണ്, ബികോം കോർപ്പറേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓഫ് കോഴ്സ് അറിയാം എന്താ കോർപ്പറേഷൻ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് എന്താ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താ, അതൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ദാറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോ ഓപ്പററി.
കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പററി എന്ന് പറയുന്ന ഒരു വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കോ മീൻസ് വിത്ത് ആൻഡ് ഓപ്പററി ദാറ്റ് മീൻസ് ടു വർക്ക്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടേം മീൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് മീൻസ് വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ്, മറ്റുള്ള ആളുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും, അതായത് ഹ്യൂമൻസ് എന്ന് പറയുന്നത് സോഷ്യൽ അനിമൽസ് ആണ്. അതായത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു സോഷ്യൽ ലൈഫോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ലൈഫോ കോപ്പറേഷൻ ഇല്ലാണ്ട് നടക്കില്ല. സോ കോപ്പറേഷൻ ഇസ് ദ ബേസിസ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് സോഷ്യൽ ലൈഫ്. നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലൈഫിന്റെ അടിസ്ഥാനം ബേസിസ് എന്ന് പറയുന്നത് കോപ്പറേഷൻ ആണ്. ദെൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോപ്പറേറ്റീവ് മീൻസ് അസോസിയേഷൻ ആണ് അല്ലെ? കോപ്പറേഷൻ, കോപ്പറേറ്റീവ് യൂണിയൻ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ കോപ്പറേറ്റീവ്സ് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അതായത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് അണ്ടർടേക്കിങ്സ് ആണ്. അതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. ആരും അവിടെ കമ്പൽ ചെയ്തിട്ടല്ല ആരും അതിൽ എന്ത് ചെയ്യുന്നത്? മെമ്പർ ആവുന്നത്. കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. ദെൻ അവിടെ ഒരു സർവീസ് ഓറിയന്റഡ് ആണ്, സർവീസ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റീനെ ബേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ അവിടെ ഈക്വാലിറ്റി, തുല്യതയുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. ദെൻ അതൊരു സോഷ്യോ ഇക്കണോമിക് മൂവ്മെന്റ് ആണ്. സൊസൈറ്റിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസിന് അല്ലെങ്കിൽ കാറ്റഗറീസിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഇക്കണോമിക് നോൺ ഈക്വാലിറ്റീസിനെ ഓവർകം ചെയ്യാൻ. സോ അത്തരത്തിലുള്ളൊരു സോഷ്യോ ഇക്കണോമിക് മൂവ്മെന്റ് ആണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എൻ യൂണിവേഴ്സൽ മൂവ്മെന്റ്. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിലായിക്കോട്ടെ, ഒരു ഗ്ലോബൽ ലെവലില്, ഒരു യൂണിവേഴ്സൽ ലെവലിൽ എന്തുണ്ട്? അതിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. സോ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേരുകയാണ്. അതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. അവിടെ സർവീസ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അതൊരു സോഷ്യോ ഇക്കണോമിക് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ കോപ്പറേഷൻ എന്ന് പറഞ്ഞു. ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് എന്നാണ്. ദെൻ വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ്സിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണ സബ്ജക്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. സോ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്? ആ ഒരു ടേം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. Cooperative movement can be defined as a voluntary movement of the people carried out democratically by pooling together their resources or carrying on the given activity with the purpose of achieving or securing certain benefits or advantage which given to people cannot get individually, and with the purpose of promoting certain virtue and values such as self-help, mutual help, self-reliances and general goods of all. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെൽഫ് ഹെൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പിന്, അതായത് എല്ലാവർക്കും വേണ്ടി, സെൽഫ് റിലയൻസിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി, ജനറൽ ഗുഡ്സ് ഓഫ് ഓൾ, എന്ത് ചെയ്യാണ് നമ്മൾ പീപ്പിൾ, നമ്മൾ ആളുകൾ എന്ത് ചെയ്യാണ്? വളണ്ടറി എന്ത് ചെയ്യാണ്? അസോസിയേറ്റ് ചെയ്യാണ്. നമ്മുടെ റിസോഴ്സസിനെല്ലാം പൂളിംഗ് ടുഗെദർ, ഒന്നിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ ബെനിഫിറ്റിനാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബെനിഫിറ്റിനാവാം. അവിടെ ഒരു ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടി, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? പൂളിംഗ് ടുഗെദർ അവർ റിസോഴ്സസ്. ഒരു വളണ്ടറി അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാവരും സ്വമേധയെ അസോസിയേറ്റ് ചെയ്യാണ്. നമ്മുടെ റിസോഴ്സസിനെയൊക്കെ പൂളിംഗ് ടുഗെദർ, ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി, ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടി. അവിടെ എല്ലാവർക്കും എന്ത് വരുന്നുണ്ട്? ഒരു ഗുഡ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും നല്ലത് വരുന്നുണ്ട്. അവിടെ ഒരു മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഉണ്ട്, സെൽഫ് റിലയൻസസ് ഉണ്ട്.
സോ അതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. അതായത് അതിന്റെ സിലബസ് എന്താന്ന് പറഞ്ഞു. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കോപ്പറേഷൻ എന്താ, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. സോ കോപ്പറേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പററി എന്നുള്ള ഒരു ടേം എന്നാണ് വന്നിട്ടുള്ളത്. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ആക്ട് ചെയ്യുക, അതാണ് കോപ്പറേഷനിൽ പറയുന്നത്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, വളണ്ടറിലി സ്വമേധയാ ഒരുമിച്ച് ചേരുകയാണ്. ദെൻ അവരുടെ റിസോഴ്സസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൂളിംഗ് ടുഗെദർ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജനറൽ ഗുഡ്സ് ഫോർ ഓൾ, എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, റിസോഴ്സസ് എല്ലാം പൂളിംഗ് ടുഗെദർ ഫോർ എ കോമൺ പർപ്പസ്. അവിടെ ഒരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കോപ്പറേഷൻ എന്താ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താ, അങ്ങനെയുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യവും പറഞ്ഞു. ദെൻ ടുമോറോ ഓൺവേർഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.